അപ്പോൾ ഗൈസ് എനിക്ക് ക്ലാസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എൻ്റെ വീട് പണിയുന്ന സ്ഥലത്ത് വന്നേക്കാണ് കേട്ടോ. എൻ്റെ വീട് ജനാലപ്പക്കം വരെയൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഇടയത്തെ ഫില്ലറൊന്നും വെച്ചല്ല. അപ്പോൾ അച്ഛനും പിന്നെ വേറൊരു ചേട്ടനും കൂടിയും ഫില്ലറൊക്കെ വെക്കണ പണിയിലാണ് കേട്ടോ. എൻ്റെ കൂട്ടുകാരനാണ് അച്ഛൻ്റെ ഒപ്പം ഉള്ളത്. അപ്പോൾ ഒന്ന് മണ്ണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒലിച്ചു പോകുമല്ലോ മഴ പെയ്താൽ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കല്ലൊക്കെ ഇട്ട് ഞങ്ങൾ ഷീറ്റിലൊക്കെ ആക്കി അങ്ങോട്ട് വഴിയിൽ തന്നെയായിരുന്നു, ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ തന്നെയായിരുന്നു കിടക്കണ്ടായിരുന്നത്. അപ്പോൾ അതിനെ വീടിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ അപ്പോൾ ഗൈസ് അച്ഛൻ അതൊക്കെ പൊളിക്കുന്ന വീടിനെ കണ്ടു. ഇതാണ് നമ്മുടെ മണ്ണ് ഷീറ്റൊക്കെ വട്ടം വെച്ച് നോക്കിയാ അവിടെ നമ്മ മണ്ണിന്റെ അപ്പോൾ ഗൈസ് നമ്മുടെ കിണറൊക്കെ നിറഞ്ഞു. ഇതിനകത്ത് മീൻ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി മീൻ തന്നെയാണോ തവളപ്പൊട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എറിഞ്ഞു നോക്കാം. എറിഞ്ഞെന്തായാലും മീൻ കിട്ടാൻ പോകില്ല എനിക്കറിയാം. എന്നാലും ചുമ്മാ ഇതൊക്കെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ സംഭവത്തിന്. ഇങ്ങോട്ട് വാ. ഇതാണ് ഗൈസ് തവളക്കുഞ്ഞുങ്ങൾ. ആ സൈഡിൽ കണ്ടോ കുറേ ഉണ്ട്. ഇതെല്ലാം മീനെ നിങ്ങൾ ഒഴുകി നോക്കാമായിരുന്നു. പക്ഷേ മീനുണ്ട്. എന്ത് ചെയ്യും? വെള്ളം കോലല്ലാണ്ട് കിട്ടി കിട്ടി കിട്ടിയെന്ന് പറയാൻ വലുതൊന്നല്ലാത്തൊരു കുഞ്ഞേത് കിട്ടിയെന്ന് തോന്നുന്നു. തവളപ്പൊത്താണോ ദൈവത്തിനറിയാം. കിട്ടിയ തവളപ്പൊത്തൊന്നുമല്ല. ദേ ഒരു കുപ്പിയിട്ടുണ്ട്. നമുക്ക് ഈ കുപ്പിയിടാം. നിസാൻ വിളിച്ചു കളയാം. എന്ത് ദേ കേറിട്ട് വീടോ വീഴണോ എനിക്കറിയാം. അപ്പോൾ ഗൈസ് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ഒരു മാവ്. അപ്പോൾ ഇവിടെ ഇരുന്ന എനിക്ക് എൻ്റെ സ്വർഗം കാണാം. പണിതീരാത്ത സ്വർഗം. ഗൈസ് മൈ ഹൗസ്. അപ്പോൾ ഗൈസ് ഇതാണ് എൻ്റെ സ്വർഗം. എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരണം. അതാണ് എൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പോൾ ഇന്നലെ അച്ഛനും അച്ഛൻ്റെ കൂട്ടുകാരും കൂടി ഫില്ലറൊക്കെ വെച്ചു. അപ്പോൾ ഇന്നേക്കത് എല്ലാം അഴിക്കാം കേട്ടോ. ഒരെണ്ണം അഴിച്ചു, ബാക്കിയുള്ളതൊക്കെ അഴിക്കാം. അങ്ങനെ എല്ലായിടത്തും വെക്കണ്ട. അപ്പോൾ അച്ഛന് പണി ഒരു ദിവസം കുറച്ചിട്ട് പണിയാണിപ്പോൾ ഇത്ര ആക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഈ വീട് പണി കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതിലേക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം. അതൊരു ടാറ്റാ ബൈ ബൈ.